ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പരീക്ഷയോ അഭിമുഖമോ ഇല്ല, അപേക്ഷ മാത്രം മതി. ISROയിൽ വമ്പൻ അവസരം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ISROയുടെ പ്രധാന കേന്ദ്രമായ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ 2025 അപ്രൻറ്റീസ് ഡ്രൈവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബിരുദധാരികൾ, എഞ്ചിനീയർമാർ, ഡിപ്ലോമക്കാർ തുടങ്ങിയവർക്കായി ആകെ 96 തസ്തികകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. nrsc.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതേപോലെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 11 എഴുത്തു പരീക്ഷയോ അഭിമുഖമോ നടത്തില്ല എന്നതാണ് ഈ നിയമനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. അക്കാദമിക് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനാൽ തന്നെ ഇത് ഇന്ത്യയിലെ പ്രമുഖ ബഹിരാകാശ ഗവേഷണ ഏജൻസിയുമായി പ്രവർത്തിക്കാൻ പുതുമുഖങ്ങൾക്ക് ഒരു സുവർണാവസരം വാഗ്ദാനം ചെയ്യുന്നു. ബിരുദ അപ്രൻറ്റീസിനായി 11 ഒഴിവുകളും ടെക്നീഷ്യൻ അപ്രൻറ്റീസിനായി 30 ഒഴിവുകളും ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ 25 ഒഴിവുകളും ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിൽ 30 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്രൻറ്റീസ്ഷിപ്പിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും സ്ട്രീമിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും BE ഓർ BTech എന്നിവ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അപ്രൻറ്റീസുകൾക്ക് തസ്തികയെ ആശ്രയിച്ച് പ്രതിമാസം 8,000 മുതൽ 9,000 രൂപ വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കും. സാമ്പത്തിക സഹായത്തോടൊപ്പം ഇവർക്ക് ISROയിൽ പ്രായോഗിക പരിശീലനവും എക്സ്പോഷറും ലഭിക്കുന്നതാണ്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ, സ്വകാര്യ മേഖലകളിലെ കരിയർ സാധ്യതകളെ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രേഖാ പരിശോധന സമയത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ജനന തീയതി തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത അതായത് SSLC, SSC മുതൽ ജാതി വിഭാഗ സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ അനുഭവ പരിചയ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നിവ സമർപ്പിക്കണം. ഓൺലൈൻ അപേക്ഷയും യഥാർത്ഥ രേഖകളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേട് കണ്ടെത്തിയാൽ നിങ്ങളെ അതിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അതേപോലെ ബിരുദം, ഡിപ്ലോമയിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകൾ പരിശോധിക്കും. ശേഷം ഒരു മെറിറ്റ് ലിസ്റ്റ് പാനൽ തയ്യാറാക്കും. അന്തിമ തെരഞ്ഞെടുപ്പ് കർശനമായിട്ട് മെറിറ്റ് പാനലിലെ സ്ഥാനം അനുസരിച്ചായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇമെയിൽ വഴി ഓഫർ ലെറ്ററുകൾ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി എങ്ങനെ ഇതിലേക്ക് അപേക്ഷിക്കാം എന്ന് നോക്കാം. എൻറോൾമെൻറ്റ് ID സൃഷ്ടിക്കാൻ NATS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. UMANG പോർട്ടലിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ശ്രദ്ധാപൂർവ്വം പൂരിപ്പിക്കുക. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റുകൾ, സമീപകാല ഫോട്ടോ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ഭാവി റെഫറൻസിനായി ഒരു പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കുകയും ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.